അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനാകുമായിരുന്നു ആശുപത്രിയിൽ. എനിക്കുള്ളത് അച്ഛൻ വാങ്ങിയത്. എടോ തന്നെ ചെയ്യുന്ന എന്താ വലിയ റൗഡിയാ? കത്തിയും കയ്യിൽ വെച്ചിട്ടാണ് പുള്ളി എപ്പോഴും നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ കൂടെ വരാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൂടെ അച്ഛാ കൈ നോക്കട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, എന്തിനാണ് കത്തിക്കുത്തേറ്റ് ചാകാൻ കിടക്കുന്ന പോലെ ട്രീറ്റ് ചെയ്യുന്നത്? ഐ എം എ സ്ട്രോങ് മാൻ. ഈ മുറിവൊക്കെ ഭാസ്കരന് പുല്ലാടാ, നിസ്സാരം. അച്ഛൻ കൂടെ വന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. രാവിലെ റോഡിൽ വെച്ച് വണ്ടി തടഞ്ഞു കയറുമായിരുന്നു. തനിക്ക് ശല്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? അയ്യോ ഇല്ല, പാവം എന്റെ കൂടെ വന്നതുകൊണ്ടാ ഇങ്ങനെ ഉണ്ടായത്. ഒരു കണക്കിന് അത് നന്നായി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മോള് പെട്ടുപോയനെ. ബാൻഡേജ് ഒക്കെ ഉണ്ടല്ലോ, ആശുപത്രി പോയിരുന്നോ? പോയി മരുന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വേദന അറിയാത്തത്. നിനക്കൊന്നും പറ്റിയില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ, അതിന് അച്ഛൻ സമ്മതിച്ചില്ല. കത്തി കുത്തേറ്റാലും പാട്ടിന് കുറവൊന്നുമില്ല. അത് വിടറ, പാവം വേദനിക്കുന്നുണ്ടാവും, പറയാത്ത. പിന്നെ ഒരു കാര്യം കൂടി, ഇനി മേലെ താൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോണ്ട. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരും, മനസ്സിലായോ? സുഭാഷേട്ടാ ഞാൻ അകത്തേക്ക് കയറാം. മോളില്ലേ പാടാ. ആ ഗ്യാപ്പ് നോക്കി എല്ലായിടത്തും കൂടെ പോകാൻ ഉറപ്പിച്ചെടുക്കാൻ നോക്കിയല്ലേ. നികേഷേ, ഇനി കയ്യിലെ വേദന പാട്ട് പാടി ഇല്ലാതാക്കുന്നതാണോടാ? ഓ ഒന്നും വേണ്ടായിരുന്നേ, ആ പാട്ട് കേൾക്കുമ്പോ എനിക്കാ വേദന. അതെ, ഒരു കാര്യമുണ്ട്. നമ്മള് സുഭാഷേട്ടന് വേണ്ടി മാട്രിമോണിയിൽ പരസ്യം ചെയ്തില്ലേ? വല്ല റിക്വസ്റ്റ് വന്നോ? നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ അയച്ച ആരും മറുപടി അയച്ചില്ല. സ്വാഭാവികം. പക്ഷെ ഒരാൾ ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെ, സൂപ്പറായാലും. ഈ കുട്ടിയുടെ വീട് എവിടെയാ? ഇവിടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാ. ഓ, മംഗലപുരം. അവിടെ തന്നെയുള്ള ഒരു ജ്വല്ലറി ഷോപ്പിലെ സെയിൽസ് ഗേളാ. സെയിൽസ് ഗേളാ? അത് കളി എപ്പോഴും നമ്മൾ അന്വേഷിച്ച് പോകലേ പതിവ്. ഇതിപ്പോ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നല്ലേ, അത് നടക്കും അല്ലേടാ. പക്ഷേ എനിക്കൊരു സംശയം. അതല്ല, ഈ സുഭാഷ് ചേട്ടന സുനന്ദയുടെ കാര്യത്തിലെ ഇത്തിരി വിഷമത്തില. ഇപ്പൊ തന്നെ നമ്മൾ പെണ്ണ് നോക്കിയ പെണ്ണ് നോക്കുന്നല്ലേ ഉള്ളൂ, കല്യാണം നടത്തുന്നില്ലല്ലോ. ഇപ്പഴേ നോക്കിയല്ലേ ശരിയാവൂ. എന്റെ അഭിപ്രായത്തിൽ സുഭാഷ് ചേട്ടനെ കൊണ്ട് ഉടനെ കെട്ടിക്കന്നെയാ നല്ലത്. അത് സുനന്ദയുടെ വീട്ടുകാർക്ക് കൂടിയുള്ള നമ്മുടെ മറുപടിയായി കണ്ടാൽ മതി. അതെ, അവളുടെ കല്യാണം നടക്കുന്ന അതേ ദിവസം സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കണം. അല്ലാതെ അന്നത്തെ ദിവസം സുഭാഷ് ചേട്ടൻ ഇവിടെ ഇരുന്നേ അവളെ ആലോചിച്ചിട്ട് സങ്കടപ്പെടാൻ ഇടയാവരുത്. അങ്ങനെ അവരോടൊരു ഫൈറ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇത്ര കാലം നമ്മൾ വിട്ടുകൊടുത്തും ഒതുങ്ങി മാറി കഴിഞ്ഞില്ലേ, ഇങ്ങനെ ചില വാശികൾ നമുക്കൊണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. അല്ല, ആ ചിത്ര ഫോട്ടോ വല്ലതും ഉണ്ടോ? കാണിക്കാം. കൊള്ളാലോ. കൊള്ളാലേ, സുഭാഷേട്ടന് എന്നെ ഇഷ്ടമാണോ? എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടം. ലിസ്റ്റ് ഓഫ് ഹോബീസ് ഡാൻസിങ്, ആ കുക്കിംഗ് ഉണ്ടല്ലോ. സിംഗിയോട് അപ്പൊ അച്ഛനൊരു കൂട്ടായി. എന്തായിരുന്നു ഈ നേരത്തെ? അത് അച്ഛന് 3 മണിക്കൂർ കൂടുമ്പോ ഒരു മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു, അത് ഓർമ്മിക്കാൻ വെച്ചത്. ഞാൻ കൊടുത്തിട്ടായിരുന്നു. ഈ ഗുളിക കഴിച്ചോ. എനിക്കോ? ഐ ഹാവ് എ സ്ട്രോങ് മൈൻഡ് ആൻഡ് ബോഡി മോളെ. കുത്തിയപ്പോ അച്ഛനേത് ചോര തന്നെയല്ലേ വന്നത്? അതെ. അപ്പൊ എല്ലാരും കഴിക്കുന്ന പോലെ അച്ഛനും ഗുളിക കഴിക്കണം. ആളെ വരട്ടതേ. ഇതുവരെ വരട്ടിയില്ല, ഇനി വരട്ടിയാലേ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അതും ആവാം. അയ്യോ, എനിക്കിതൊന്നും ശീലമില്ല മോളെ. ഇനി ശീലായിക്കോളും. എന്തേലും കഴിച്ചിട്ട് കിടന്നുറങ്ങോ. നന്ദി. എടുത്തി പറയണം. ഇന്ന് വലിയ പ്രശ്നമായില്ലേ? അപ്പൊ അവിടെ അറിഞ്ഞു അല്ലേ? നീ കോളേജിൽ വരുന്ന വിവരം എങ്ങനെ അറിഞ്ഞൂന്നാ? അത് എന്നോടാണ് ചോദിക്കേണ്ടത്. നീ വരുന്ന വിവരം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. വരാൻ തീരുമാനിച്ച സമയത്ത് ഏട്ടത്തി ഫോൺ ചെയ്ത് അറിയിക്കാൻ പറ്റിയില്ല. വീട്ടിലാളില്ലാത്ത നേരത്തല്ലേ ഏടത്തി വിളിക്കാൻ പറ്റൂ. മിക്കവാറും നേരത്തെ അത് എടുക്കാറില്ല. ഇത് എന്റെ ഫ്രണ്ട് വിളിച്ചു പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പോന്നേ ഉള്ളൂ. അല്ല ഏടത്തി, ആ നാട് മുഴുവൻ നിങ്ങളുടെ ഭർത്താവ് വിലക്ക് വാങ്ങിയോ? അങ്ങോട്ട് ഞാൻ കാലെടുത്ത് വെച്ചാ തേടി ഒന്ന് ബഹളം ഉണ്ടാക്കുവാണല്ലോ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അവരാണ് അത്ര. അതുകൊണ്ട് എന്റെ വിദ്യാഭ്യാസം അവരുടേതായി മാറുമോ? ജനിച്ചാ വളർത്തണം, പഠിപ്പിക്കണം, അതെല്ലാരും ചെയ്യുന്നല്ലേ. ഇനി അത് അച്ഛൻ പറയുമെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം. നിങ്ങളുടെ ഭർത്താവിന് അത് ചോദിക്കാനും കണക്ക് പറയാനും എന്ത് റൈറ്റ്സ് ഉള്ളത്? ഞാൻ അവരുടെ മാനം കളഞ്ഞത്. എന്റെ പ്രസൻസ് അവർക്ക് അപമാനമാണെന്ന്. നിങ്ങളുടെ ഭർത്താവാ കോളേജിന്റെ മുറ്റത്ത് വെച്ച് എന്നോട് മോശമായിട്ട് പെരുമാറിയത്. എന്തിന്? എന്നെ തല്ല് പോലും ചെയ്തു. ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് അടിക്കുന്നതിൽ അവർക്ക് ഒരു അപമാനം ഇല്ല. ഞാൻ നാട്ടിലേക്ക് വന്നതാ അവർക്ക് അപമാനം. സോറി നിധി, എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ചേട്ടന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? ചേട്ടനെ നീ പറയില്ല ഏട്ടത്തി, അങ്ങനെ വിളിക്കാൻ തോന്നില്ല എനിക്ക്. അരുണേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛനും അമ്മയും വരെ ചീത്ത പറഞ്ഞു. ഓ, ഞാനത് വിശ്വസിക്കണായിരിക്കും. സത്യനിധി, പക്ഷെ നീ വന്നത് അവർക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. അത് പറഞ്ഞ് നിന്നെ അച്ഛൻ കുറെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവും ഫാദറും ലോയും കൂടി തക്കല മുഴുവൻ വാങ്ങിയിരിക്കുക. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ആ വഴി എനിക്ക് പോകാൻ പോലും പാടില്ലെന്നായിരിക്കും നിയമം. അഥവാ കാല് കുത്തണമെങ്കില് അവരുടെ അനുവാദം വാങ്ങണമായിരിക്കും. ആ വീട്ടിൽ ജനിച്ചു വരുന്നുണ്ട്, എനിക്ക് ദേഷ്യ സങ്കടമൊക്കെ വരുന്നുണ്ട് അടുത്തി. വീട് നടന്നത് നടന്നു, ഇനി കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? പിന്നെ ഇന്ന് നിന്റെ കൂടെ വന്ന ആളാരാ? ആ മനുഷ്യൻ വളരെ മോശമായി പെരുമാറിയെന്നാ അരുണേട്ടൻ പറഞ്ഞത്. അരുണേട്ടൻ അതുകൊണ്ടാണ് ആ മനുഷ്യനെ തല്ലിയത്. അടിക്കല്ല, കത്തിയെടുത്ത് കുത്തുക ചെയ്തത്. വളരെ മോശമായി ആ മനുഷ്യൻ പെരുമാറിയതുകൊണ്ട് അടിച്ചതെന്നാ അരുണേട്ടൻ പറഞ്ഞത്. ആ മനുഷ്യൻ ആരാന്നാണ് അറിയണ്ടേ? സുധീഷിന്റെ അച്ഛൻ എന്നെ തനിച്ചുവിടാൻ മടിച്ച് കൂടെ വന്നതാ. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ആ മനുഷ്യൻ ചോദിച്ചുള്ളൂ. അതിനാ നിങ്ങളുടെ ഭർത്താവ് ഇത് ചെയ്തത്. അല്പം തെറ്റിയിരുന്നെങ്കിലേ ഇന്ന് ഈ വീടൊരു മരണ വീടായനെ. നിങ്ങളുടെ ഭർത്താവ് ജയിലും. സുധീഷിന്റെ അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കില് നിങ്ങളുടെ ഭർത്താവ് എന്നെ കൊന്നേനെ. നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് മാത്രം കേട്ട് എന്നോട് സംസാരിക്കാൻ വരല്ല എടുത്തി. ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ട് എടുത്തി. മോശമായി പെരുമാറിയെന്ന് വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് കള്ളം പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ ആള് ഞാനും കൂടി ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇപ്പൊ അകത്തായനെ. അതൊന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുത്തേ. മാട്രിമോണിയിൽ ഒരു കുട്ടിയുടെ കാര്യം നോക്കിയിരുന്നില്ലേ? ആ കുട്ടിയുടെ വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടിയിട്ടുണ്ട്. ഒന്ന് വിളിക്കണ്ടേ? അയ്യോ, അത് ഈ രാത്രിയിൽ വിളിക്കുന്നത് ശരിയാണോ? ഓ, അതും ശരിയാണല്ലോ. നമ്പർ കിട്ടി ഉടനെ വിളിക്കാൻ തോന്നി. രാത്രിയാണെന്ന് ഓർത്തില്ല. ആ കുട്ടി സുഭാഷ് ചേട്ടനെ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ഇപ്പൊ നിധി ശരിക്കും ഈ വീട്ടുകാരെ പോലെ ആയല്ലേ? അതെന്താ? സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കണം നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ലേ? നല്ല കാര്യമായി പോയി. അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ?
അല്ല നിധിയുടെ ഉത്സാഹം കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാ. സുഭാഷ് ചേട്ടൻ ഒരു പാവ. സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ആ മനുഷ്യൻ ജീവിതം പാഴാക്കും. അവസാനം നിങ്ങളൊക്കെ പൊടിയും തട്ടി പോകുമ്പോ ആ മനുഷ്യൻ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് ആദ്യം ഒരു കുടുംബം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതല്ലേ? ഞങ്ങളെ അത്ര വിശ്വാസം ഇല്ല അല്ലേ? ഇയാളെ പറ്റി ഒട്ടുമില്ല. എന്റെ വീതി. അതല്ല, ആ തിരക്കിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി. മറ്റേ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തേ? ആ അത് പ്രിൻസിപ്പൽ ലോങ് ലീവില്ല. മാത്രമല്ല സർട്ടിഫിക്കറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ്സിന് അപേക്ഷിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്ത് FIR സഹിതം അപേക്ഷിക്കണത്രേ. അങ്ങനെ ആര് പറഞ്ഞു? ഓഫീസിൽ നിന്ന് പറഞ്ഞതാ. ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ട് ഇതിനകത്ത്. എന്തായാലും എന്താ വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് ശരിയാക്കി എടുക്കാം. കോളേജിൽ നിന്ന് ഒരു അക്നോളജ്മെന്റ് ലെറ്റർ തന്നിരുന്നു. അത് സ്റ്റേഷനിൽ കൊടുത്ത് FIR വാങ്ങിക്കാനാ പറഞ്ഞ്. ആ ലെറ്ററിന്റെ ചേട്ടൻ കയറി കളഞ്ഞു. ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു പറഞ്ഞിട്ടാ അത് കയറിയത്. എനിക്കിപ്പോ എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോ പേടി തോന്നുന്നു. ഒന്നുമില്ലെങ്കിലും ഒരേ വയറ്റിൽ പറഞ്ഞവരല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആരോടാ ചെയ്യുന്നതെങ്കിലും ഓർത്തൂടെ? ചില കുടുംബങ്ങൾ അങ്ങനെയാണ് നിധി. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് വരെ മാത്രം അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങുന്നോ അപ്പൊ തരം അറിയുകയും ചെയ്യും. അത് ശരിയാണോ? അയ്യോ, ആര് പറഞ്ഞു അത് ശരിയാണെന്ന്? തെറ്റന്നെയാ. പക്ഷേ ആ തെറ്റിന് അവർക്ക് 1000 ന്യായങ്ങൾ കാണും. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം, അന്തസ്, പണം, പ്രതാപം, അഭിമാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവേ ഇല്ലെന്നേ. അതാലോചിക്കുമ്പോ നിങ്ങളുടെ കുടുംബം എത്രയോ നല്ലതാണെന്നറിയോ? ഞാൻ ചെയ്ത അതേ കാര്യം തന്നെയല്ലേ നിങ്ങളും ചെയ്തത്? എന്നിട്ട് കുടുംബം പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്നില്ലേ? എന്നെ നോക്ക്, നാട്ടുകാരെല്ലാം നിങ്ങളുടെ വീടിനെ കുറിച്ച് മോശമായി പറയുന്നുണ്ട്. അതേ കാര്യം എന്റെ നാട്ടിൽ വന്ന് ചോദിച്ചാ അയ്യോ ഈശ്വര, രാജീവ് ശങ്കറിന്റെ ഫാമിലി അല്ലേ, ആഹാ ഓഹോ എന്നായിരുന്നു. എന്നാൽ ഉള്ളിലുള്ള ആളുകളുടെ തനി സ്വഭാവം നമുക്കല്ലേ അറിയൂ. നാട്ടുകാർ ഒരു കുടുംബത്തെ പറ്റിയും പറയുന്നതല്ല ശരി. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ. താ മാത്രാണ് കേട്ടോ എന്റെ വീടിനെ പറ്റി നല്ലത് പറയുന്നത്. അങ്ങനെയല്ല, അടുത്ത് പരിചയപ്പെടുമ്പോഴേ അതിന്റെ ഗുണം മനസ്സിലാവും. എന്റെ കുടുംബത്തെ അപേക്ഷിച്ച് ഇത് സ്വർഗം, ശരിക്കും സ്വർഗം. അപ്പോ ഇയാൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ വീടിന് ഒരു കുഴപ്പമില്ല. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും നല്ലവരാ. അതെന്റെ അച്ഛനല്ലേ, അതിന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പുള്ളി നന്നാവരൊന്നും പോകുന്നില്ല. അയ്യോ അതൊരു പാവം. ഞാൻ ഉദ്ദേശിച്ചത് ഇയാളെ തന്നെ. അല്ല ഞാനോ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നേ? അതാണ് ഇത്തിരി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ദേ കിടക്കുന്നതാരെ കൊള്ളാം. കൃഷ്ണ 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 ഗോ. എന്ത് പറ്റി? രാവിലെ തന്നെ ഈശ്വര പ്രാർത്ഥന എടുത്തെറിഞ്ഞ് കഴിക്കണം. കൃഷ്ണ ഗുരുവായി. കണ്ണാ എന്തോ കണ്ടേട്ടാ. എന്തോ എടാ ഈശ്വരൻ എന്ന പാടില്ല കേട്ടോ. ഓമ്ര ഈശ്വര ഭഗവാനെ, ഈ വീട്ടിലെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അമ്മേ. നിധി എന്താ ഭസ്മം വർക്കൗട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും എനിക്കിത്തിരി വിശ്വാസമൊക്കെ ഉണ്ട്. ഇതാ ഭസ്മം എടുത്തോളൂ. ആയിക്കോട്ടെ. ഒരു സംശയം. എന്താണാവോ? സുധീഷാനന്ദ തിരുവടി സ്വാമികള് രാവിലെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കുളിച്ചാവോ? എന്താണ് അയ്യ കുളിച്ചില്ലേ? കുളിച്ചു? ഇന്നലെ രാവിലെ കുടിച്ചതാ. ഞാൻ ഇന്നലെ രാത്രി കുളിച്ചതാ. അയ്യേ എന്നിട്ടാണ് ഈ അതിക്രമം കാണിച്ചേ? അതിക്രമോ? ആ ഭസ്മത്തട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചേ. കുളിക്കാതെ വിളക്കെത്തിക്കുന്നു. കൊണ്ടുവച്ച് ഒത്തില്ല. ശുദ്ധി വേണ്ടത് മനസ്സിലാണല്ലോ ഭഗവാനെ, അല്ലാതെ ശരീരത്തിലല്ല. ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൾക്ക്. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. തൽക്കാലം ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിൽക്ക്. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കണം. ഏത് പെൺകുട്ടിയുടെ? എടാ സുഭാഷേന്റെ മാട്രിമോണിയിൽ നിന്ന് കിട്ടിയ കണക്ഷൻ അല്ലേ? ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യമല്ലേ? അതെ. അത് പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ആര് സംസാരിക്കും? അതിലെന്താ ഇത്ര സംശയം? ഞാൻ സംസാരിക്കും. സൂപ്പർ. അതോടാ ബന്ധം പോവും ചെയ്യും. സ്വാഭാവികം. പറഞ്ഞ പോലെ ഇത് വിടുവായത്തും വിളമ്പാ വിളിക്കുന്നതല്ല. വിടുവായിട്ടോ? ഞാനോ? എന്താ സംശയം? നിങ്ങൾ സംസാരിച്ച എന്താ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. എന്തറിയാം? കേക്കട്ടെ. കേട്ടോ. ഹലോ, ഞാൻ സുധീഷ സംസാരിക്കുന്നു. സിറ്റിയിൽ ഒരു ട്രാവൽസ് കമ്പനിയൊക്കെ നടത്തുന്ന സുഭാഷ് ചേട്ടന് വേണ്ടി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവിടുത്തെ അച്ഛനായിട്ടൊന്ന് സംസാരിക്കണം. നിധിക്ക് സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എടതി സാരി എടുത്തപ്പോ ശരിക്കും സുന്ദരി. ആണോ? താങ്ക്സ്.